ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിജി. എല്ലാവർക്കും SR ഹോബീസിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായ 3 ടിപ്സുകളുമായിട്ടാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇത്രയും ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ചപ്പാത്തിയും പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കൈ കൊണ്ട് കുഴച്ചല്ലേ നമ്മൾ തയ്യാറാക്കണം. കുറച്ചധികം സമയം നമ്മൾ കൈ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമാണ് നല്ല സോഫ്റ്റ് ചപ്പാത്തിയും പൂരിയൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. അതിനുവേണ്ടി ഒരു ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ ചെറിയ ബോട്ടിലായാലും കുഴപ്പമില്ല. ഇത്രയുള്ള ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഗോതമ്പ് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരു അളവിലാണ് തയ്യാറാക്കുന്നത്. നമുക്കിതിന് ആവശ്യമായ ഉപ്പും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ നമുക്ക് ഏതായാലും എടുക്കണേ, അത് നമ്മുടെ ഇഷ്ടാനുസരണം. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിന് ആവശ്യമായ വെള്ളം കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് അടച്ച് വയ്ക്കാം. നമുക്കൊന്നിങ്ങനെ ഒന്ന് കുലുക്കി കൊടുത്താൽ മതി ശരിക്കും. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ ചപ്പാത്തിയുടെ മാവ് കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് പൂരിയും ചപ്പാത്തിയൊക്കെ തയ്യാറാക്കാം. ഇതിൻ്റെ അകവും നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയേക്കണം. അടുത്തതായിട്ട് വാഷ് മെഷീൻ ഉപയോഗിക്കുന്നവർക്ക് ഒരു ടിപ്പാണ് അടുത്തത്. നമ്മൾ തുണിയൊക്കെ കഴുകുമ്പോൾ എന്ത് ചെയ്യാം, തുണി കഴുകിയെടുത്തേക്കുന്നതാണ്. അന്നേരം അതിൻ്റെ കൂടെ തന്നെ നമ്മളിങ്ങനെ 2-3 കൂടുകളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തുണിയൊന്നും ചിറ്റിപ്പിടഞ്ഞ് കിടക്കുകയില്ല. അതെങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ എടുക്കാൻ പറ്റും തുണിയൊക്കെ. അല്ലെങ്കിൽ ചിറ്റിപ്പടഞ്ഞെല്ലാം കൂടെ ഭയങ്കര പാടല്ലേ പൊക്കിയെടുക്കാം. ഇതാണ് നല്ല സിമ്പിളായിട്ട് നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും. തുണിയൊക്കെ വെയിലത്തുകൊണ്ടിടാൻ പറ്റും. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കും. കൂടൊക്കെ അടിയിൽ പോയി കിടന്നോളും. കൂട് നമുക്ക് ഈ തുണിയുടെ കൂടെയൊന്നും വരത്തില്ല, അത് അടിയിലാണ് കിടക്കുകയുള്ളൂ. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, ഈ മഴക്കാലമായിട്ട് ഭയങ്കര ഈച്ചയുടെയും അതുപോലെ കൊതുക്, പാറ്റ, പല്ലി ഇവിടെയൊക്കെ ശല്യം കൂടുതലാണ്. അതും ചക്കയും മാങ്ങയുടെ സീസൺ കൂടിയാകുമ്പോൾ പിന്നെ പറയുകയും വേണ്ട. ഇതിനെ തുരുത്താൻ വേണ്ടിയുള്ള ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ടി ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഗ്രാമ്പും കുരുമുളകും ഞാൻ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന ഗ്രാമ്പും കുരുമുളകും നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് സമയമായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വെള്ളത്തിനൊക്കെ നല്ലൊരു കളറായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ശരിക്കും ഒരു പ്ലം കേക്കൊക്കെ വീട്ടിലുണ്ടാക്കണമെന്ന് തന്നെ അത്രയ്ക്ക് നല്ല സ്മെല്ല് വന്നിട്ടുണ്ട് ഈ ഗ്രാമ്പൂവിൻ്റെയൊക്കെ. നമുക്ക് 1 സ്പൂൺ ബേക്കിംഗ് സോഡ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഉണ്ടോ, ഇതും കൂടെ ചേർത്തപ്പോൾ നല്ലൊരു റിയാക്ഷൻ തന്നെ അവിടെ നടക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഞാൻ അരിച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. 1 നാരങ്ങയുടെ നീര് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ വിനീഗർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 3 ടീസ്പൂൺ നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു ക്ലീനിങ് ആണ് ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ. നല്ലൊരു സ്മെല്ലും ആയിരിക്കും. പിന്നെ നമുക്ക് ഒന്നുകിൽ ഇതുപോലത്തെ ഒരു സ്പെയറിലോട്ട് ആക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ബോട്ടിലോട്ട് ആക്കി കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് എടുക്കുന്നത്. ഇതിലോട്ടാണ് ആക്കി കൊടുക്കുന്നത്. നമുക്ക് ഈ കൗണ്ടർ ടോപ്പിലൊക്കെ 2-3 തുള്ളി വീതം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കും. നല്ലൊരു സ്മെല്ലാണ് ഇങ്ങനെയൊക്കെ ഒഴിച്ചാൽ. നല്ലൊരു ക്ലീനിങ് ആയിട്ട് ഇത് പ്രവർത്തിക്കുന്നത് നല്ലതാണ്. നല്ലൊരു സൊല്യൂഷനാണ് ഇങ്ങനെ നേരൊക്കെ നമ്മൾ വീട്ടിൽ വയ്ക്കുകയാണെങ്കിൽ. ഈച്ച, പല്ലി, പാറ്റ ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒന്നാണിത്. അതുകൊണ്ടാണ് ഡൈനിങ് ടേബിൾ നമുക്ക് ഇത് ഉപയോഗിച്ച് തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് തുടച്ചിട്ടാൽ മതി.
കിച്ചണിൽ ഇങ്ങനെ ഈ ടൈലിൻ്റെ മുകളിലൊക്കെ ജനലിൻ്റെ സൈഡിൽ വെച്ചിട്ട് ചൊഴിച്ച് നമുക്കിതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ ഈച്ചയുടെ ശല്യം കൂടുതലുള്ള ഏരിയ ആണ്. ഇന്ന് പിന്നെ കുറച്ച് ചക്കപ്പഴം എടുത്തായിരുന്നു, അതുകൊണ്ട് ശരിക്കും ഇതിലൊക്കെ പറന്ന് നടക്കുന്നുണ്ട്. കണ്ടോ, ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇവരിപ്പോൾ പറന്നു പോയായിരുന്നു. നമുക്ക് ഈ വാഷ് ബേസിലൊക്കെ ഇച്ചിരി നന്നായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് തന്നെ കിട്ടും. ഇനി ഒന്ന് ക്ലീൻ ചെയ്യണം. ഇതുപയോഗിച്ച് നമുക്ക് കബോർഡും ഒക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം. ഈ സൊല്യൂഷൻ നമുക്ക് ഒരാഴ്ച വരെ ഉപയോഗിക്കാൻ പറ്റും ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ. എപ്പോഴും തയ്യാറാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ആ ഗ്രാമ്പുമൊക്കെ നമുക്ക് കളയേണ്ട ആവശ്യമില്ല. പിന്നെ സൊല്യൂഷൻ തയ്യാറാക്കാനും നമുക്കത് ഉപയോഗിക്കാം. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ 3 ടിപ്പുകളാണ് കാണിച്ചു തന്നത്. ഈ 3 ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുന്നു. ഉപകാരപ്രദമായ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുകൂടാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.